അസ്സലാമു അലൈക്കും. ഞാനിന്ന് നല്ലൊരു സേമിയ വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ സേമിയ ഉപ്പുമാവിന്. പക്ഷെ ഇതിന് വേറൊരു ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് വെയിറ്റ് ലോസ് നടത്താനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഒരു 250 ഒക്കെ ഫാസ്റ്റിംഗ് ഉള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊരു 1 വീക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ 125 പോകും ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ. വെച്ചാൽ ഇതിൻ്റെ അകത്ത് വളരെ ഇത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പം അതുകൊണ്ട് വെച്ചാൽ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡയറ്റ് എടുത്ത് നോക്കും. ഷുഗർ പേഷ്യൻസിന്, അതിനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും രാവിലെ ഇതെടുക്കാം. ഇതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും നിങ്ങൾക്ക് ഇതെടുക്കാം. വെച്ചാൽ ഇതിനകത്ത് ചിക്കനൊക്കെ ആഡ് ആവുന്നില്ല. ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സേമിയയുടെ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് ഷുഗർ ലെവൽ കുറയ്ക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷുഗർ ലെവൽ കുറയ്ക്കാം. ഞാൻ ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയല്ലേ കിച്ചണിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടി എടുക്കുന്നു. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചിക്കന് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് പുരട്ടി വെച്ചതായിരുന്നു. ശകല എണ്ണ ഒഴിച്ചങ്ങാണ്ട് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആക്കിയെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാപ്സിക്കം ഞാൻ റെഡും ഗ്രീനും യെല്ലോയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാരറ്റ് ഉണ്ട്, അതൊക്കെ പഴം കൂട്ടി ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ക്യാരറ്റും ഉണ്ട്, ഇതെല്ലാം മിക്സ് ചെയ്തങ്ങാണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു കളർഫുൾ ഉപ്പുമാവ് കാണുമ്പോൾ ഇനി കുട്ടികളാണെങ്കിലും അവർക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനും വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് വന്ന് കഴിക്കാം, കാലത്ത് അവർക്ക് ചൂടോടെ കൊടുക്കാം, ഒക്കെ ടിഫിനൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു പീരിയഡ്സ് വന്നു കഴിഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാതെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു വിടാം, അവർക്ക് ടിഫിനും കൊടുത്തു വിടാൻ പറ്റും അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു അടുപ്പത്തിലേക്ക് സേമിയത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനകത്തുനിന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നിട്ട് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും മറക്കരുത്. എന്നിട്ട് പിന്നെ ചട്ടി അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് ഞാനതിനകത്തിട്ട് നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. വെച്ചാൽ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റാണ് എൻ്റെ അടുത്തുണ്ടായിരുന്ന സേമിയ. അപ്പോൾ 1/2 കിലോൻ്റെ പാക്കറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരി നമ്മൾ വറുത്തുകോരി മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ സേമിയ എടുത്തിട്ട് വഴറ്റാൻ നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, മറക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ സേമിയ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ. സേമിയ കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. നമുക്ക് ആ കരിഞ്ഞ ചുവ കിട്ടും. അപ്പോൾ സ്റ്റീൽ പാത്രം കൂടി ആകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൈ എടുക്കാതെ വഴറ്റിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിനകത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. സ്റ്റീൽ ചെമ്പ് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൈ എടുക്കാണ്ട് വഴറ്റാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം സേമിയ വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. അതിന് നല്ല ടേസ്റ്റ് കൂടുക ചെയ്യട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു 1/2 ഗ്ലാസ്സോ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കണേ. തേങ്ങാപ്പാൽ ഇതിനകത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് കടുകും ഉണക്കമുളകും, ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത്, ആ കാശ്മീരി മുളകും കൂടി ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം സേമിയ ഇട്ടു. പക്ഷേ സേമിയ ഇടുന്നതിൻ്റെ മുന്നൊരു കാര്യം ഞാൻ മറന്നുപോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഇഞ്ചിയും സവോളയും പച്ചമുളകും ഇടാൻ മറന്നു കേട്ടോ. ഇനി കുഴപ്പമില്ല, നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച ചുടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉടച്ചെടുക്കരുത് കേട്ടോ. നന്നായി വിട്ട് നിൽക്കണം സേമിയ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഞാൻ മറ്റേ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റട്ടെ. അതിന് വേണ്ടി ഇപ്പുറത്തോട്ട് മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് ഉപ്പെടുത്തിട്ട് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ കിച്ചണിൽ ഇറങ്ങിയിട്ട് രാവിലത്തെ തിരക്കിൽ നമ്മൾ മറന്നു പോകും. ഒക്കെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു ഇതിൽ മിസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ കണ്ടോ, ഞാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചില്ല. നമ്മൾ ആ ഫ്രൈ പാനിനകത്ത് ഓൾറെഡി ഓയിലുണ്ട്. അതിനകത്ത് ഞാൻ ഇഞ്ചിയും സവോളയും
2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ സേമിയ വേവിച്ചതിലേക്ക് ഇടണം. അപ്പോൾ സേമിയ ഹാഫ് വേവായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സേമ്യത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണ്ട, ഹാഫ് വേവായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സേമ്യത്തിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഇതുണ്ട് വിട്ട് നിൽക്കണം കണ്ടോ സേമിയ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിനായാലും നിങ്ങൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. നാളെ മുതൽ എൻ്റെ വീഡിയോനകത്ത് ഞാൻ ഷോർട്ട് വീഡിയോനകത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ 45 കഴിഞ്ഞവർക്കുള്ള ചെയറിൽ ഇരുന്നിട്ടുള്ള വർക്കൗട്ട്. ഡയബറ്റിക് പേഷ്യൻസിന് പെട്ടെന്ന് ഡയബറ്റിക് കുറയുവാനും ബ്ലഡ് പ്രഷർ പേഷ്യൻസിന് ബ്ലഡ് പ്രഷർ കുറയുവാനുള്ളതും അവരുടെ ഡയറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ ഇട്ടിരുന്നതായിരിക്കും. അതേപോലെ തന്നെ ആഫ്റ്റർ 45 കഴിഞ്ഞവർക്ക് ചെയറിൽ ഇരുന്ന് ചെയ്യുന്ന ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. വെറുതെ ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡയറ്റും പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഗ്രീൻ ബീൻസൊക്കെ ഇട്ട് ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിന് ശേഷം ഞാൻ തേങ്ങ ഒരു അരമുറി ചിരണ്ടി വെച്ച തേങ്ങ ഉണ്ടായിരുന്നു. ആ അരമുറി തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് തേങ്ങ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പോകും, ഫാറ്റായി പോകും. അപ്പോൾ ഫാറ്റാകാതിരിക്കാനാണ് പച്ച തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് ഫാറ്റാകുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. പച്ച തേങ്ങ കഴിക്കാൻ നല്ല രസമുണ്ടാവും ഈ സേമിയയുടെ കൂടെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പപ്പടം വേണമെങ്കിൽ എടുക്കാം, ചിക്കൻ കറി വേണം, ചിക്കൻ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. ഇനി പഴം കൂട്ടി കഴിക്കണമെങ്കിൽ അതും കഴിക്കുക കേട്ടോ. അങ്ങനെ എന്തിൻ്റെ കൂടെ ഇത് പറ്റും. പക്ഷെ അങ്ങനെ ഡയറ്റ് എടുക്കുമ്പോൾ ഒരേപോലെ എടുക്കരുത്. ഇത് തക്കാളി ഉള്ളി വഴറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ വെജിറ്റബിൾസ് കുറേ ഇട്ടിട്ട് ഉണ്ടാക്കാം. ചിക്കനകത്ത് ബിരിയാണി പോലെ ഉണ്ടാക്കാം.